നമസ്കാരം. വരാഹി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കാനായി ജപിക്കാവുന്ന മന്ത്രങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരാഹ രൂപത്തിലുള്ള ആദിപരാശക്തിയാണ് വാരാഹി ദേവി. വാരാഹി നവരാത്രി നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വാരാഹി മന്ത്രങ്ങൾ ജപിക്കുന്നതും ദേവിയെ ഭജിക്കുന്നതും അത്യുത്തമമാണ്. സപ്തമാതൃക്കളിൽ 5ാമത്തെ ഭഗവതിയാണ് വാരാഹി ദേവി. ആദിപരാശക്തിയുടെ ശക്തിസേനയുടെ സർവ്വസൈന്യാധിപയാണ് ദേവി. ഐശ്വര്യം, വിജയം, സമ്പത്ത് എന്നിവയുടെ മൂർത്ത രൂപമായാണ് ദേവിയെ കണക്കാക്കപ്പെടുന്നത്. കഠിനമായ പൂജകളോ വ്രതനിഷ്ഠകളോ ഇല്ലാതെ തന്നെ ഭക്തരിൽ അനുഗ്രഹം ചൊരിയുന്ന ദേവിയാണ് വാരാഹി. ക്ഷിപ്രപ്രസാദിനിയായ ഭഗവതി ദുരിതങ്ങളെ സ്തംഭിപ്പിക്കുന്നവളായും ഇഷ്ടവരദായിനിയായും കാലത്തിന്റെ അധിപതിയായ സമയേശ്വരിയായും അഷ്ടലക്ഷ്മി സ്വരൂപമായും ആരാധിക്കപ്പെടുന്നു. ശക്തി സ്വരൂപിണിയായ വരാഹി ദേവി ഉഗ്രമൂർത്തിയായി കണക്കാക്കപ്പെടുന്നു. ദേവിയെ പ്രീതിപ്പെടുത്താനായി ജപിക്കാവുന്ന മന്ത്രങ്ങളാണ് ഇന്ന് പറയുന്നത്. ദിവസത്തിലെ ത്രികാല സന്ധ്യകളിൽ ജപിക്കാവുന്ന ഒരു ഒറ്റവരി മന്ത്രമാണ് ആദ്യം പറയുന്നത്. ഹേ വാരാഹിയേ നമഃ എന്നാണ് ഈ മന്ത്രം. വലിയ മന്ത്രങ്ങൾ തെറ്റായി ജപിച്ച് ദോഷഫലങ്ങൾ വരുത്തുന്നതിലും വളരെ നല്ലതാണ് ഈ ഒറ്റവരി മന്ത്രം ജപിക്കുന്നത്. കുറഞ്ഞത് 8 തവണയെങ്കിലും പൂർണ്ണ ഭക്തിയോടെ ജപിക്കുക. ഇതുകൂടാതെ ഒരു ചെറിയ ശ്ലോകമാണ് ഇനി പറയുന്നത്. ദേവിയെ മനസ്സിൽ വിചാരിച്ച് ഭഗവതിയെ സ്തുതിച്ച് ഈ ശ്ലോകം ജപിക്കുക. ശ്ലോകം ഇപ്രകാരമാണ്: ഓം കുണ്ഡലിനി പുരവാസിനി ചണ്ഡമുണ്ഡ വിനാശിനി പണ്ഡിതസ്യ മനോന്മണി വാരാഹി നമോസ്തുതേ അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനി വാരാഹി നമോസ്തുതേ. സകല ദുഃഖ ദുരിത ദാരിദ്ര്യങ്ങളും മാറുന്നതിനും ഐശ്വര്യമുണ്ടാകുന്നതിനും ഇഷ്ടവര സിദ്ധിക്കുമായി ദേവിയെ ഭജിക്കാവുന്നതാണ്. ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള 9 ദിനങ്ങളാണ് ആഷാഢ നവരാത്രി അഥവാ വാരാഹി നവരാത്രിയായി ആഘോഷിക്കുന്നത്. ഐശ്വര്യപൂർണമായ ജീവിതം കൈവരിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതും ദേവിയെ ഭജിക്കുന്നതും അത്യുത്തമമാണ്. 2024 ജൂലൈ 6 മുതൽ 15 വരെയാണ് ഇത്തവണ ആഷാഢ നവരാത്രി വരുന്നത്.